Hi friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ ഞാൻ ജയിക്കു എണീറ്റിട്ടുണ്ട്. ഞാൻ പൊതുവെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ജയിക്കുനെ എണീപ്പിച്ചിട്ടിട്ട് കുറച്ച് നേരം കൂടി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കാം അല്ലേ ജയിക്കു? ബൈ. അങ്ങനെ എണീറ്റ് സിറ്റ് ഔട്ടിലേക്കൊക്കെ വന്നപ്പോഴേക്കും നല്ല മഴ പെയ്ത് നല്ല രസമായിട്ടിരിപ്പുണ്ട്. എനിക്ക് ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ജയിക്കു അപ്പയും കൂടി തത്തമ്മയ്ക്ക് ഫുഡ് എടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ജയിക്കു ഒരു പാത്രം വേണമെന്നൊക്കെ പറഞ്ഞു അപ്പയുടെ കയ്യിൽ നിന്ന് ചെറിയ വഴക്കൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞത് ജയിക്കുനെ കൊണ്ട് അപ്പം താഴത്തേക്ക് ഇറങ്ങി. അവിടെ അമ്മയാണെങ്കിൽ ജയിക്കുനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജയിക്കുനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അമ്മ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഒരുങ്ങിയതാ. എന്നിട്ട് ജയിക്കു ബേബിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് ഞാൻ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇതേ നല്ല അടിപൊളി ക്ലൈമറ്റ്, ചെറുതായിട്ട് മഴ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ ജയിക്കും കൂടി കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ എടുത്തു. ജയിക്കുമാരെ കാണാൻ പോവാണ് ഗായ്സ്. എന്നിട്ട് ഇതേ പിന്നെ നമ്മുടെ മേമ വന്നപ്പോൾ ജയിക്കും മേമയും കൂടി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പതുക്കെ പോയി അടുക്കളയിൽ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നൊക്കെ നോക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും അമ്മ അപ്പം ചുട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പമൊക്കെ ചുട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു അമ്മ. പിന്നെ നമ്മൾ ജയിക്കു ബേബിക്ക് വേണ്ടി അമ്മ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജയിക്കൂനെ എടുക്കാൻ വേണ്ടി മേമയുടെ അടുത്തേക്ക് പോയി. ഇതാണ് മേമയുടെ വീട് കേട്ടോ. അപ്പൊ അതേ മേമ ഇങ്ങനെ ചെന്നു. മേമ പുറത്തുണ്ടോ വേസ്റ്റുകാരൻ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ പുള്ളിക്ക് വേസ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തു. ജയിക്കു ബേബിനെ എടുത്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേക്കുന്ന ക്ലിപ്പൊക്കെ ഇട്ടതാണ് കേട്ടോ. കഴിഞ്ഞത് 7 താഴത്തേക്ക് പോയപ്പോഴേക്കും അപ്പയും മോനും കൂടി ഇരുന്നിട്ട് നല്ല കളിയാണ്. അങ്ങനെ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നപ്പോ നമുക്ക് കൊഴുവ ഉണ്ടായിരുന്നു, ചാള ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചൂര അതും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ നമുക്ക് കൊഴുവ വാങ്ങിച്ചാലും ചോദിച്ചപ്പോ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ കൊഴുവ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ചേട്ടനെ ഇപ്പൊ വീഡിയോ എടുക്കണ കണ്ടിട്ട് ചൂരയൊക്കെ എടുത്ത് നമുക്ക് കാണിച്ചു. ചേക്കു ഇത് എന്ത് മീമിയാ ചേക്കു? എന്ത് മീമിയാ ചേക്കു? ചാള മീമി ഉണ്ടോ? നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് നമ്മളത് അകത്തേക്ക് കയറുകയാണ്. ഞാൻ ജയിക്കുനെ കുറച്ച് നേരം ബൈക്കിൽ ഇരുത്താൻ വിചാരിച്ചപ്പോൾ ആൾക്ക് പേടി. അമ്മ എടുക്കുന്നു. പിന്നെ ജയിക്കുനെ മുട്ട കൊടുക്കാന്ന് വിചാരിച്ചത് ജയിക്കുവിന്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. കഴിച്ചാൽ പിന്നെ ആളിരുന്ന് കഴിച്ചോളും. പക്ഷെ ആദ്യത്തെ ഒരു ടേക്കിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയിക്കു ബേബി ഇതേ മുട്ടയൊക്കെ കഴിച്ചു എന്ന് വിചാരിച്ച്, പക്ഷെ കഴിച്ചില്ല. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പൊ അമ്മയാണെങ്കിൽ ജയിക്കു ബേബിക്ക് നമ്മുടെ അപ്പം സ്റ്റൂവൊക്കെ എടുത്തോണ്ട് വന്നു. ഒക്കെ കഴിക്കാൻ മടിയുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചു. അപ്പം അങ്ങനെ ഓഫീസിൽ പോകാൻ റെഡിയായി. അമ്മയും അപ്പയും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ജയിക്കു ഇതേ ക്ലിപ്പൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കും. ജയിക്കു അപ്പയുടെ കൂടെ ബൈക്കിൽ കയറാൻ റെഡി ആയിട്ടിരിക്കുകയാണേ. ജയിക്കു അപ്പോൾ ഒരു റൗണ്ട് അടിക്കാൻ പോയേക്കുവാണ് ഗൈസ്.
അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അപ്പം പിന്നെ ഇന്നലെ കുറച്ച് പനീർ വാങ്ങിച്ചായിരുന്നു, അതിൻ്റെ ബാക്കിയും കൂടി എടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേക്കു ബേബിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളെ കിടത്തി ഉറക്കിയിട്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചേക്കു ബേബിനെ കിടത്തി ഉറക്കി, പാല് കുടിച്ചിട്ട് ആള് തൊട്ടിലേക്ക് കിടന്നുറങ്ങി. ഇനി നമുക്ക് തൊട്ടിലിൽ നിന്ന് എടുത്ത് ബെഡിൽ കിടത്തണം, കാരണം തൊട്ടിലിൽ കിടന്ന ആള് ചിലപ്പോൾ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചേക്കു ബേബീനെ തൊട്ടിലിൽ നിന്ന് എടുത്ത് പുറത്തേക്കൊക്കെ കിടത്തി. അത് നല്ല ഉറക്കമാണ്. ഈ സമയത്തെ പണി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചേക്കു ബേബി ഉറങ്ങിയപ്പോഴേക്കും ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്നു. എല്ലാ റൂമിലെയും ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചത് അതിലേക്ക് നടന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മൾ കിടക്കുന്ന റൂം ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അവിടുത്തെ ബെഡ്ഷീറ്റും ഞാൻ പതച്ച പതപ്പും എല്ലാം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അപ്പയുടെ അമ്മയുടെ റൂമിലേക്ക് കയറി. അവിടെയും ഇതേപോലെ തന്നെ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ വിരിച്ചിട്ടു. അങ്ങനെ ലാസ്റ്റ് ചിച്ചുവിൻ്റെ റൂമും കൂടി ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും കുറച്ച് മഴയൊക്കെ തോർന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സൈഡിൽ കൂടി കുറച്ച് നേരം കുറച്ച് ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് താഴെ പോയി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നേരെ താഴേക്ക് ഇറങ്ങി ചെന്നു. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അമ്മയാണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആയായിരുന്നു. ഇവിടെ മീൻ വറക്കാൻ പുരട്ടി വെച്ചേക്കുന്നു. മീൻ കറിയായി, ചോറായി, പിന്നെ ബീൻസ് തോരനായി. അപ്പോൾ നമുക്ക് കൊഴുവയാണല്ലോ കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് അമ്മ എല്ലാം പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മേളിൽ ചെന്ന് കുറച്ച് നേരം അച്ചാച്ചനായിട്ട് വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അച്ചാച്ചനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ.
ഗായ്സ്, അപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. അങ്ങനെ നമ്മളിതേ സിഗ്നൽ കിട്ടി നമുക്ക്. അപ്പോൾ അതിലൊക്കെ കിടന്ന് പതുക്കെ നമ്മളിതേ പോത്തീസ് എത്താറായി. ചെക്കും മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വണ്ടിയിലിരിക്കുകയാണ്. എപ്പോഴും ഈ കാറിലല്ലേ യാത്ര, അപ്പം അതുകൊണ്ട് അവൾക്ക് ഓട്ടോയ്ക്ക് കയറുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം അങ്ങനെ പുള്ളിക്കാരനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറ്റി നമ്മളതേ പോത്തീസ് എത്തി നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്, നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറേ. അപ്പോൾ അതൊക്കെ കണ്ട് ജയിക്കും ആകെ സന്തോഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് ജയിക്കു പുതിയ കാറൊക്കെ വാങ്ങിയായിരുന്നു, അതിൻ്റെ വെച്ച് കളിയായിരുന്നു. പിന്നെ നമ്മുടെ ജയിക്കു ബേബിക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട്. കാര്യം ഉച്ചയപ്പോൾ ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ, രാവിലെ മാത്രമല്ലേ കിടന്നുറങ്ങിയുള്ളൂ. അപ്പം അങ്ങനെ ഓട്സൊക്കെ കഴിച്ച് ഞാൻ ജയിക്കു ബേബിനെ കിടത്തി ഉറക്കി. അത് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങാന്ന് വിചാരിച്ചു. താഴെ ചെന്നപ്പോൾ നല്ല ചില്ലി ബീഫും പൊറോട്ടയും നമ്മുടെ ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഞാനും നല്ലപോലെ ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്നവരേക്കും ബൈ. അപ്പോൾ ഞങ്ങളൊന്ന് ഉറങ്ങാൻ പോവാണേ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.